ദേശീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി CITUവിൻ്റെ ജില്ലാ ജാഥകൾ പ്രയാണം തുടരുന്നത്. ജില്ലയിലെമ്പാടും ഈ വിഷയങ്ങൾ ജനങ്ങളോട് സംവദിച്ചുകൊണ്ട്, തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട്, വമ്പൻ പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ട സാഹചര്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് എല്ലാ ജില്ലകളിലും CITUവിൻ്റെ നേതൃത്വത്തിൽ ജാഥകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. CITUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് എളമരം കരീം MP ഇവിടെ എത്തിയിട്ടുണ്ട്. സഖാവിന് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ജില്ലാ ട്രഷറർ കൂടിയായ സഖാവ് ദാസേട്ടനെ ക്ഷണിക്കുകയാണ്. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ മാറ്റിയ ഒരു ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ കർഷക തൊഴിലാളികളും പ്രക്ഷോഭമാണ് ഡൽഹിയിലും സമീപ സംസ്ഥാനങ്ങളിൽ നിന്നും ഡൽഹിയിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണാധികാരികൾ അനുവദിക്കുന്നില്ല. ഇന്ത്യൻ പാർലമെൻറ്റിൽ അവർക്കുള്ള ഭൂരിപക്ഷം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിയമം മൂലം തന്നെ ലഭ്യമാവേണ്ട എല്ലാ സംരക്ഷണ നിയമങ്ങളും ഇല്ലായ്മ ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും എത്തിക്കണമെന്ന് CITU തീരുമാനമെടുത്തു. കേരള സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി ഇന്ന് ഇന്ത്യ രാജ്യം അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് കാരണക്കാരാരാണ്, എന്താണ് നാളെ വരാൻ വേണ്ടി പോകുന്നത് എന്ന കാര്യം പരമാവധി തൊഴിലാളികളിലും ജനങ്ങളിലും എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജാഥാ ക്യാപ്റ്റനും സംസാരിക്കും. ഇന്ന് നാം രാജ്യം നേരിടുന്ന ഈ വെല്ലുവിളികളെക്കുറിച്ച് രാജ്യത്ത് ജാഗ്രതയോടുകൂടി നിൽക്കേണ്ട തൊഴിലാളി വർഗത്തിൻ്റെ ഉത്തരവാദിത്വവും കടമകളെക്കുറിച്ചുമൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്താൻ ഇവിടെ എത്തിയത് CITUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് കരീമാണ്. ബഹുമാനപൂർവം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് എളമരം കരീമിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. തൊഴിലാളി സംഘടനകളും വിവിധ രൂപത്തിലുള്ള സമരങ്ങൾ നടത്തി വരുന്നുണ്ട്. ഡൽഹി സമരത്തോട് ചേർന്ന് തൊഴിലാളികൾ എല്ലാ ദിവസവും സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ട്രേഡ് യൂണിയനുകളെല്ലാം ചേർന്ന് 10 ട്രേഡ് യൂണിയനുകൾ ചേർന്ന് സംയുക്തമായി കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ഐക്യദാർഢ്യ സമരം സംഘടിപ്പിക്കുകയും ചെയ്യാൻ തീരുമാനിച്ചു. അതിന് പുറമെയാണ് CITU കേന്ദ്ര സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ചില സമരപരിപാടികൾ ആലോചിച്ചത്. ഈ മാസം 7-8 തീയതികളിൽ 48 മണിക്കൂർ സമയം ജില്ലാ കേന്ദ്രങ്ങളിൽ തൊഴിലാളികളുടെ തുടർച്ചയായ ഐക്യദാർഢ്യ സമരങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. വളരെ ആവേശകരമായിരുന്നു ആ സമരം. ഇനിയിപ്പോൾ അടുത്ത ദിവസം 23 മുതൽ 25 വരെ 3 ദിവസം സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ഗവർണറുടെ വസതിക്ക് മുമ്പിൽ, രാജ്ഭവന് മുമ്പിൽ തൊഴിലാളികളും കർഷകരും ചേർന്ന് കൂട്ടായ സമരം നടത്തുക. ഭാഗമായി എല്ലാ സംസ്ഥാനങ്ങളിലും, സംസ്ഥാന ആസ്ഥാനത്തും ജില്ലാ ആസ്ഥാനങ്ങളിലുമൊക്കെ ദേശീയ പതാക ഉയർത്തലും നമ്മുടെ അർദ്ധ സൈനിക വിഭാഗത്തിൻ്റെ പരേഡുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അതേ ദിവസം ഡൽഹിയിലെ കർഷകർ വലിയ ഒരു പരേഡ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൃഷിക്കാരുടെ പ്രധാനപ്പെട്ട വാഹനം ട്രാക്ടറാണ്. കൃഷിക്ക് ഉപയോഗിക്കുന്ന ട്രാക്ടർ. ആ ട്രാക്ടറുകൾ ഉപയോഗിച്ച് ഒരു ട്രാക്ടർ പരേഡാണ് അവർ പ്രഖ്യാപിച്ചത്. ഈ ട്രാക്ടർ പരേഡ് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു ഹർജി ഈ അടുത്ത ദിവസം സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്നു. സുപ്രീം കോടതിയുടെ ഉത്തരവിനനുസരിച്ചല്ല കൃഷിക്കാരുടെ സമരം നടക്കുന്നത്. ഈ അടുത്ത ദിവസം സുപ്രീം കോടതി ഒരു ഉത്തരവിട്ടു. 3 കാർഷിക നിയമങ്ങൾ
തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യുക, നടപ്പാക്കുന്നത് നിർത്തിവെക്കുക എന്ന് ഗവൺമെന്റിനോട് ഒരു ഉത്തരവിലൂടെ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 3 വിവാദ നിയമങ്ങൾ ഇപ്പോൾ സമരം ചെയ്യുന്ന കൃഷിക്കാർ ഉന്നയിക്കുന്ന പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന 3 കാർഷിക നിയമങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഒരു വിദഗ്ധ കമ്മിറ്റിയെ നിയോഗിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. ആ വിദഗ്ധ കമ്മിറ്റിയിലെ 4 അംഗങ്ങൾ 4 പേരും ഈ നിയമത്തെ അനുകൂലിക്കുന്നവരാണ്. പാർലമെന്റ് പാസാക്കിയ 3 നിയമങ്ങൾ കർഷകർക്ക് അനുകൂലമാണ് എന്ന് വാദിച്ച് ലേഖനങ്ങൾ എഴുതിയവരും പ്രസംഗിച്ചവരുമാണ് ഈ വിദഗ്ധ കമ്മിറ്റിയിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ച ആളുകൾ. കർഷക സംഘടനകൾ ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്നാണ് ഈ പേരുകൾ കിട്ടിയത്? സുപ്രീം കോടതിക്ക് ചേർന്നു 500ഓളം കർഷക സംഘടനകൾ ഒരുമിച്ച് ചേർന്നാണ് ഈ സമരം നടത്തുന്നത്. ഏതെങ്കിലും ഒരു സംഘടനയല്ല. ആ സംഘടനയുടെ നേതാക്കന്മാരെല്ലാം മീറ്റിംഗ് കൂടി വീണ്ടും പ്രഖ്യാപിച്ചു, ജനുവരി 26-ന് കർഷകരുടെ പരേഡ് നടത്തുമെന്ന്. സുപ്രീം കോടതിയിൽ പരേഡ് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട ഹർജി വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ഇതൊന്നും കോടതിയല്ല തീരുമാനിക്കേണ്ടത്, ഇതിന് പരേഡ് നടത്താൻ അനുമതി നൽകേണ്ടത് പോലീസാണ്, സർക്കാരാണ് ഇതിനെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത്. കർഷകരുടെ സമരം ഡൽഹി നഗരത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് വരാതിരിക്കാൻ ഡൽഹി അതിർത്തിയിൽ വലിയ ഉപരോധമുണ്ടാക്കിയിരിക്കുകയാണ് ഡൽഹി പോലീസ്. രാജസ്ഥാൻ ഹരിയാന അതിർത്തിയിലാണ് ഒരിടത്ത് അർദ്ധസൈനികരും പോലീസും ചേർന്ന് വലിയ ബാരിക്കേഡുകൾ സൃഷ്ടിച്ചു. സമരക്കാർക്ക് നേരെ ജലപീരങ്കിയും ഗ്രനേഡുകളൊക്കെ ഉപയോഗിച്ച് അവരെ പിരിച്ചുവിടാൻ നോക്കി. അതിനൊന്നും അവർ വഴങ്ങിയില്ല. അതിനൊക്കെ നേരിട്ടുകൊണ്ട് അവർ സമരരംഗത്ത് ഉറച്ചു നിന്നു. ഹരിയാന അതിർത്തിയിൽ കർഷകർ വന്ന വാഹനങ്ങൾ അവരെല്ലാം ട്രാക്ടറുകളിലും ലോറികളിലുമാണ് വന്നത്. ആ ട്രാക്ടറുകളും ലോറികളും ഡൽഹിയിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി ഡൽഹി ഹരിയാന റോഡ് ഹൈവേ കുറുകെ JCB ഉപയോഗിച്ച് കിളച്ച് വലിയ കിടങ്ങുണ്ടാക്കി വണ്ടി ഇങ്ങോട്ട് കടക്കാതിരിക്കാൻ. അങ്ങനെയാണ് അവരെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. തടഞ്ഞെടുത്ത് അവരിയ്ക്കുകയാണ്. ഇപ്പുറത്ത് അവരെ നോയിഡക്കടുത്ത് നാഷണൽ ഹൈവേയിൽ തടഞ്ഞു വെച്ചു. ഈ നാഷണൽ ഹൈവേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നാഷണൽ ഹൈവേ പോലെ 4 വരിപ്പാതയല്ലേ. ഒരു ഭാഗം 4 വരിയാണ്, 8 വരിപ്പാതയാണ്, വലിയ വിശാലമായ മൈതാനം പോലുള്ള റോഡുകളാണ്. അതിൻ്റെ ഒരു ഭാഗം ബ്ലോക്ക് ചെയ്ത് അവിടെ കർഷകർ സമരം നടത്തുകയാണ്. മറുഭാഗത്തൂടെയാണ് വാഹനങ്ങൾ പോകുന്നത്. എല്ലാ റോഡും തടഞ്ഞിട്ടില്ല. ഗാസിപ്പൂർ എന്ന സ്ഥലമാണ് ഈ ഡൽഹി UP അതിർത്തി എന്ന് പറയുന്നത്. ഡൽഹി UP അതിർത്തി. ഞാൻ ആ സമരകേന്ദ്രത്തിൽ പോയിരുന്നു. ആ സമരകേന്ദ്രം കണ്ടാൽ നമ്മളെല്ലാം നടത്തുന്ന സമരങ്ങളും ആ സമരം തമ്മിലുള്ള ഒരു വ്യത്യാസം നേരിട്ട് മനസ്സിലാക്കിയാൽ വലിയ അത്ഭുതമാണ്. അതിൻ്റെ സംഘാടനം, സമരത്തിൽ വന്നവരുടെ സന്നദ്ധത, സമരവീര്യം, ഇതൊക്കെ കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ 26-ാം തീയതി അവർ ട്രാക്ടർ റാലി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. ഏത് പ്രതിരോധം വന്നാലും ഏത് പ്രതിബന്ധം വന്നാലും അതിനെ നേരിട്ടുകൊണ്ട് റാലി നടത്താൻ കർഷകർ സന്നദ്ധരാവുകയാണ്. ഇതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും അന്ന് കർഷകരും തൊഴിലാളികളും ചേർന്നുകൊണ്ടുള്ള പരേഡുകൾ എല്ലാ പ്രദേശത്തും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കിവിടെ വലിയ തോതിൽ ട്രാക്ടർ ഉപയോഗിച്ചുള്ള കൃഷിയൊന്നും കേരളത്തിലില്ല, വളരെ അപൂർവമേ ഉള്ളൂ. പാലക്കാട്, കുട്ടനാട് ഇതുപോലുള്ള സ്ഥലത്താണ് കാര്യമായി നെൽകൃഷിയൊക്കെ ഉള്ളത്. അതുകൊണ്ട് തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും കർഷക തൊഴിലാളി സംഘടനകളും ചേർന്ന് വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടി എല്ലാ പഞ്ചായത്തുകളിലും 26-ാം തീയതി വൈകിട്ട് 3 മണി മുതൽ വലിയ റാലികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചത്. ഇന്ന് പാർലമെന്റിൽ കൊണ്ടുവരുന്നു. പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ദിവസം അവർ ഏകപക്ഷീയമായി തീരുമാനിച്ച് പാർലമെന്റിൽ അവതരിപ്പിക്കുക. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് ഇതിനെ എതിർക്കാനുള്ള ഒരുപാട് വഴികളുണ്ട്. എണ്ണം കുറവാണെങ്കിലും നിയമപരമായി ഇതിനെ തടയാനുള്ള ഒരുപാട് വഴികളുണ്ട്. ഞങ്ങളതെല്ലാം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഒന്ന്, ഇത് ഓർഡിനൻസായി കൊണ്ടുവന്നതിനെ എതിർക്കുന്ന ഒരു പ്രമേയം, സ്റ്റാറ്റ്യൂട്ടറി റെസൊല്യൂഷൻ എന്ന് പറയും.
ഇങ്ങനെ പെട്ടെന്ന് ഒരു ഓർഡിനൻസ് ഇറക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഓർഡിനൻസിനെ നിരാകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രമേയം. ആ പ്രമേയം പാസ്സായാൽ ഈ ബില്ല് വെളിയിലാവും. പാസ്സാവാൻ ഇന്ത്യയിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ തകർക്കുന്ന ഒരു നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുമ്പോൾ എതിർക്കാൻ 8 പേര്, CPIM 5, ഒരു CPI 6, DMKയിൽ നിന്ന് ഒരാൾ 7, സമാജ്വാദി പാർട്ടിയിൽ നിന്ന് ഒരാൾ 8, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും BJPയും ഉൾപ്പെടെ അനുകൂലിച്ച് വോട്ട് ചെയ്ത് ബില്ല് പാസ്സാക്കി കൊടുത്ത്. അതാണ് അന്നുണ്ടായത്. ഇതിൻ്റെ മേലെ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടപ്പോൾ ഇയാൾ വോട്ടെടുപ്പ് അംഗീകരിക്കാതെ ശബ്ദ വോട്ടോടെ പാസ്സായതായി പ്രഖ്യാപിച്ചു. പിന്നെ എന്താ ചെയ്യുക നിങ്ങൾ ആലോചിച്ചു? പിന്നെ ഈ മെമ്പർമാർ എന്ത് ചെയ്യും? പിന്നെ അവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ പാർലമെന്റ് അംഗീകരിച്ച ചട്ടങ്ങൾക്കനുസരിച്ച് പാർലമെന്റ് നടക്കണ്ടേ? അത് അവർ അംഗീകരിക്കില്ല എന്ന നിലപാട് വന്നാൽ പിന്നെ പാർലമെന്റ് പോയി കുത്തിരിക്കുന്ന എന്താ കാര്യം? അലവൻസ് വാങ്ങാൻ വേണ്ടി പോയി കുത്തിരിക്കുക. അപ്പോഴാണ് ഞങ്ങൾ പ്രതിഷേധിച്ച് സ്പീക്കറുടെ ചെയർമാൻ്റെ മുമ്പിലേക്ക് ചാടിയിറങ്ങി മുദ്രാവാക്യം വിളിയൊക്കെ ആയിട്ട് ലേശം ബഹളമായത്. നമ്മുടെ ഒരു തൊഴിലാളിയുടെ മകൻ CITU ലൈറ്റ് മോട്ടോർ അംഗമായിട്ടുള്ള സഖാവ് റജീസിൻ്റെ മകൻ, അദ്ദേഹം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഒരു ആയോധന കലയായിട്ടുള്ള സ്ട്രെച്ച് പഞ്ചിങ് എന്ന ഇനത്തിൽ 1 മിനിറ്റിൽ 414 പഞ്ചിങ് നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ചത്. അദ്ദേഹത്തെ അനുമോദിക്കാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ്. അനുമോദനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി റഫാനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അനുമോദിക്കുന്നത് നമ്മുടെ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് എളമരം കരീമാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Union, Rubber and Plastic Workers Union, General Workers Union City Area Committee, Kozhikode Taluk Textile Workers Union, Taj Residency Employees Union, Private Hospital and Medical Shop Workers Union, Khadi Board Employees Association, Kerala Automobile Sales and Service Employees Association, LIC Employees Association, NGO Union City Area Committee, BEFI, Cooperative Employees Union, Malsu Vidaranam Central Market Area Committee, DREU, KSFE Staff Association,